ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മെഴുക്ക് പുരട്ടിയാണേ. അപ്പോൾ കണ്ടല്ലോ, കോവയ്ക്ക മെഴുക്ക് പുരട്ടിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. വളരെ എളുപ്പത്തിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയൊരു മെഴുക്ക് പുരട്ടിയാണ്. ചോറ്റുപാത്രത്തിൽ ഇത് ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു സാധനമാണ്. ഈ ഒരു ഡിഷ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുള്ള് ചോറും കഴിക്കാം. വളരെ ടേസ്റ്റുള്ള ഒരു ഡിഷാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 500 ഗ്രാം കോവയ്ക്കാണ് കേട്ടോ. അതൊന്ന് ഇതുപോലെ നീളത്തിൽ ഒന്ന് അരിഞ്ഞെടുക്കണം. അതിൻ്റെ തുമ്പും വാലൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഞാനൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടാട്ടോ ഇതുപോലെ അരിഞ്ഞെടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വട്ടത്തിലും അരിയാം. ഞാനിപ്പോൾ അരിഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ടേ. അപ്പോൾ ഇനി താളിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ഉള്ളിയും വെളുത്തുള്ളിയും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും 2 പച്ചമുളകും കൂടി എടുക്കണം. വേറൊന്നും വേണ്ട, അതൊന്ന് തൊലിയൊക്കെ പൊളിച്ചെടുത്ത് വൃത്തിയാക്കി അരിഞ്ഞെടുക്കാം നമുക്ക്. അപ്പോൾ എൻ്റെ അസിസ്റ്റൻറ്റ് വന്നിട്ടുണ്ട് കേട്ടോ. അസിസ്റ്റൻറ്റ് ഇതൊക്കെ വാരിയിട്ട് കളിക്കുവാണ് ഇവിടെ ഇരുന്നിട്ട്. അപ്പോൾ അവൾ അവിടെ ഇരുന്നൊന്ന് കളിക്കട്ടെ. അപ്പത്തേക്ക് ഞാനിതൊന്ന് അരിഞ്ഞെടുക്കാം. ലേശം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കടുക് പൊട്ടിച്ചു. അതിനകത്തേക്ക് വറ്റൽമുളക് 2 ഇട്ട് കൊടുത്തു. അതിനകത്തേക്ക് നേരത്തെ പറഞ്ഞ പോലെ ഉള്ളിയും വെളുത്തുള്ളിയും അരിഞ്ഞതും കറിവേപ്പിലയും കൂടി ചേർത്ത് ഒന്ന് ഇളക്കി. അതിനുശേഷം നമ്മുടെ കോവയ്ക്കയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വരട്ടിയെടുത്തു കേട്ടോ. അടച്ചു വെച്ച് മൂടി വെച്ച് നല്ലതായിട്ട് വേവിച്ചെടുക്കണേ. അപ്പോൾ ഇതുപോലെ കിട്ടിയിട്ടുണ്ട്.